യു.പിയിൽ 1 വയസ്സുള്ള കുഞ്ഞ് ഉൾപ്പെടെ 4 അംഗ ദലിത് കുടുംബത്തെ വീട്ടിൽ കയറി വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ മൊഴി പുറത്ത്. കൊല്ലപ്പെട്ട യുവതിയുമായി തനിക്ക് 1.5 വർഷത്തോളമായി ബന്ധമുണ്ടായിരുന്നെന്നും അത് വഷളായതിനാലാണ് കൊലപാതകം നടത്തിയതെന്നുമാണ് പ്രതി ചന്ദൻ വർമ്മ മൊഴി നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെ നോയിഡയ്ക്ക് സമീപമുള്ള ടോൾ പ്ലാസയിൽ നിന്നാണ് ചന്ദൻ വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ തെളിവെടുപ്പിനിടെ കൊലപാതകത്തിന് ഉപയോഗിച്ച പിസ്റ്റളും ഇയാൾ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളും പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. റായ്ബറേലി സ്വദേശിയും അമേഠിയയിൽ സർക്കാർ സ്കൂൾ അധ്യാപകനുമായ സുനിൽ കുമാർ, ഭാര്യ പൂനം, മകൾ ദൃഷ്ടി, 1 വയസ്സുള്ള മകൾ എന്നിവരാണ് വ്യാഴാഴ്ച വാടക വീട്ടിൽ കൊല്ലപ്പെട്ടത്. വധഭീഷണി നേരിടുന്നതായി പോലീസിൽ പരാതി നൽകി 1 മാസത്തിനു ശേഷമായിരുന്നു സംഭവം. ശല്യം ചെയ്തതിന് ഓഗസ്റ്റ് 18-ന് ചന്ദൻ വർമ്മ എന്നയാൾക്കെതിരെ പൂനം റായ്ബറേലി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. തനിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ചന്ദൻ വർമ്മയായിരിക്കും ഉത്തരവാദിയെന്നും പൂനം പരാതിയിൽ പറഞ്ഞിരുന്നു. അതിനിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ചന്ദൻ വർമ്മയെ പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തി. പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്ക് തട്ടിയെടുത്ത് ചന്ദൻ വർമ്മ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും ഇതോടെ ഇയാളുടെ കാലിന് വെടിവെക്കുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. അതേസമയം നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.